വലിയാഴ്ച ഒരുക്ക ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. വലിയാഴ്ചത്തെ തിരുക്രമങ്ങളെല്ലാം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ രഹസ്യങ്ങൾ, ദൈവിക കാര്യങ്ങളാണ് ഈ ആഴ്ചയിലെ ചിന്തയ്ക്ക് നമ്മൾ എടുക്കുന്നത്. വളരെ പ്രധാനമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം, ഈ ദിവസങ്ങളെല്ലാം നമ്മെ അനുസ്മരിപ്പിക്കുന്ന പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ ഈ ഓശാന ഞായർ ദൈവസ്നേഹത്തെപ്പറ്റിയുള്ള ഏതാനും ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഇതിൽ പങ്കുചേരുന്ന ഓരോരുത്തർക്കും ദൈവസ്നേഹത്തിൻ്റെ ഒരനുഭവം ഇതിലൂടെ ലഭിക്കട്ടെ എന്നാണ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന. ഒപ്പം ഈ സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. യോഹന്നാൻ്റെ ലേഖനത്തിലെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 8-16 വചനങ്ങൾ പലവട്ടം കേൾക്കുകയും പറയുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരെ നമ്മൾ അവിടെ പറയുകയാണ്, ദൈവം സ്നേഹമാകുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. അത് പറയാൻ യോഹന്നാൻ അവകാശമുണ്ട്. കാരണം യോഹന്നാനാണ് ഒരുപക്ഷെ അപ്പസ്തലന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം കർത്താവിൻ്റെ കൂടെ നടന്നതും കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രഹസ്യങ്ങൾക്കും നേരിട്ട് സാക്ഷ്യം വഹിച്ചവനും കുരിശിൻ്റെ ചവിട്ടിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആ അന്തിമ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വ്യക്തി എന്ന നിലയിൽ യോഹന്നാന് തീർച്ചയായിട്ടും പറയാൻ പറ്റും ദൈവം സ്നേഹമാകുന്നുവെന്ന്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനവും നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. നമ്മൾ വെറുതെ വിളിക്കുകയല്ല. പലരും വെളിയിലും വാക്കിലും മാത്രം സ്നേഹം ഒതുക്കുമ്പോൾ തൻ്റെ ജീവിതം മുഴുവനിലൂടെ നമ്മെ സ്നേഹിച്ചവനാണ് ദൈവം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. സ്നേഹം കൊണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ അങ്ങനെയാണ് താനും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാത്തവരായിട്ട് ആരാണ് ഈ ലോകത്തിലുള്ളത്? നമ്മൾ കുറച്ച് സമയം സ്വസ്ഥമായി തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് പറ്റിയാൽ, നമ്മളിലേക്ക് തിരിഞ്ഞാലും പ്രപഞ്ചം മുഴുവൻ നോക്കിയാലും തമ്പുരാൻ്റെ സ്നേഹമാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ 8-ാം സങ്കീർത്തനത്തിൽ പാടിയത്, ദൈവമേ നീ തീർത്ത വാനിടത്തെയും നീ തീർത്ത ചന്ദ്രതാരങ്ങളെയും നക്ഷത്രങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഞങ്ങളെ ഓർക്കാൻ മാത്രം ഞങ്ങൾ ആരാണ്? നിൻ്റെ ചിന്തയിൽ കടന്നു വരാൻ മാത്രമുള്ള യോഗ്യത, മഹത്വം ഞങ്ങൾക്ക് എന്താണുള്ളത്? എന്നിട്ടും നീ ഞങ്ങളെ ഓർത്തു, നീ ഞങ്ങളെ സ്നേഹിച്ചു. മാലാഖമാരെക്കാൾ അല്പം താഴ്ന്നവരായി ഞങ്ങളെ സൃഷ്ടിച്ചു. സങ്കീർത്തകൻ ഇത് പറയുമ്പോൾ ദൈവ സ്നേഹ അനുഭവം ലഭിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തോടു കൂടിയാണ് സങ്കീർത്തകൻ അത് പറയുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തമ്പുരാൻ്റെ സ്നേഹത്തെപ്പറ്റി നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും തമ്പുരാൻ്റെ മുമ്പിൽ ഒറ്റപ്പെട്ട വ്യക്തികളാണ്. എന്ന് പറയുമ്പോൾ യുണീക്കാണെന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോലെ മറ്റൊരു വ്യക്തി ഈ ലോകത്തിലില്ല. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്, നമ്മുടെ അനുഭവമാണ്, അവിടെ നമ്മൾ സ്നേഹിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്, ഓരോരുത്തരെയുമാണ്. ഞാൻ പലപ്പോഴും ഇത് പറ്റി പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാരുടെ സ്നേഹത്തെ ഓർത്തു പോകുന്നത്. ഒരു വീട്ടിൽ 5, 6, 7 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ മക്കൾ കുറവാണെങ്കിലും ചില കുടുംബങ്ങളിലുണ്ട്, പണ്ടൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ 7 മക്കളുണ്ടായിരുന്നു. 3-4 പേരൊക്കെ ചെറുപ്പത്തിൽ മരിച്ചു പോയെങ്കിലും ഞാൻ മൂത്തവനായിരുന്നു. പക്ഷേ ഈ മക്കളോടെല്ലാം ഈ മക്കളെല്ലാം അമ്മ സ്നേഹിക്കുമായിരുന്നു, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളോടുകൂടി. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അമ്മയുടെ സ്നേഹത്തെപ്പറ്റി. വീട്ടിലൊരു മീൻ കറി വയ്ക്കുകയാണെങ്കിൽ ഒരു അയല മേടിച്ചുകൊണ്ടെന്ന് വെക്കുക, അയല നുറുക്കി കഷ്ണങ്ങളൊക്കെ ആക്കുമ്പോൾ 2-3 അയല മേടിച്ചുകൊണ്ടെന്ന് വെക്കുന്നു. പഴയ കാലം, ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ പിള്ളേർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കും. പലർക്കും വാൽ കഷ്ണം വേണം, ചിലർക്ക് തല വേണം, ചിലർക്ക് നടുവ് വേണം, നിർബന്ധം പിടിക്കും. പക്ഷേ അമ്മ അത് ഓരോരുത്തർക്കും വേണ്ടതെല്ലാം കൊടുക്കും, തൃപ്തിപ്പെടുത്തി കൊടുക്കും. അതിനുകൂടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും അമ്മച്ചി 2 കഷ്ണം മീനെടുത്ത് ഒരു പാത്രത്തിൽ അതിൻ്റെ കഷ്ണവും ചാറും ഒക്കെ ഒഴിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നത് കാണാം. അപ്പോൾ ഞങ്ങൾ അമ്മച്ചിയോട് ചോദിക്കും, അതെന്താ മാറ്റി വയ്ക്കുന്നത്? പറഞ്ഞ അമ്മച്ചി പറയും, അത് ചാച്ചന് വേണ്ടിയുള്ളതാണ്.
സത്യത്തിൽ ചാച്ചനെ ഓർക്കുന്നു അമ്മച്ചി, മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് കൊടുക്കുന്നു. ഇതാണ് സത്യത്തിൽ വ്യക്തിപരമായ പരിഗണന എന്ന് പറയുന്നത്. തമ്പുരാൻ്റെ നമ്മളോടുള്ള സ്നേഹം ഓർക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് പരിഗണിക്കുന്നത്. എനിക്ക് വേണ്ടത് ദൈവം തരുന്നു, എന്നെ അവിടുന്ന് പരിപാലിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ഓരോരുത്തരെയും. ഇതാണ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഇത് തമ്പുരാന് മാത്രം കാണിക്കാൻ കഴിയുന്നൊരു കാര്യമാണ് ഈ ഒരു പ്രത്യേകത. അതുകൊണ്ടാണല്ലോ വേദനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും എല്ലാം തമ്പുരാൻ്റെ പക്കൽ വരാനും ആശ്വാസം തേടാനും അവർക്ക് കഴിയുന്നത്. ഈശോയുടെ 12 അപ്പസ്തലന്മാർക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത, ഒരു ഫീലിംഗ്, ഈശോ അവരെല്ലാവരെയും പ്രത്യേകം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ എടുത്തു പറയുന്നുണ്ട് താൻ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട അപ്പസ്തലനായിരുന്നു എന്ന്. ഞാൻ വിചാരിക്കുന്നത് യോഹന്നാൻ തൻ്റെ സുവിശേഷം അങ്ങനെ എഴുതിയെങ്കിലും 12 അപ്പസ്തലന്മാർക്കും തോന്നിയ ഒരു ഫീലിംഗ് ആകണം അത്. ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന കാര്യം തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോട് ഈശോ ചോദിക്കും, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ മറ്റുള്ളവരെക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പത്രോസിനുണ്ടായിരുന്ന ഈ ഒരു അനുഭവം എല്ലാവരുടെയും അനുഭവമാണ്. ദൈവസ്നേഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ്. ഉദാഹരണം പറയുകയാണ്, ധൂർത്തപുത്രൻ്റെ കഥ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ വായിക്കുന്നുണ്ട്. ആവർത്തിക്കേണ്ട കാര്യമില്ല, എത്രയോ പ്രാവശ്യം ഈ വചനം കേട്ടിരിക്കുന്നു. പക്ഷേ ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ പിതാവ് എന്തെങ്കിലും കുറ്റപ്പെടുത്തിയോ അവനെ വാരിപ്പുണരുന്ന ഒരു പിതാവിനെ കണ്ടത്. അവൻ്റെ മുഷിഞ്ഞ നാറുന്ന വസ്ത്രവും അവൻ്റെ ദേഹത്തൊക്കെ പുരണ്ടിരുന്ന ചെളിയും ഒന്നും ആ പിതാവിനെ അകറ്റിയില്ല. ഇവനെൻ്റെ പ്രിയപ്പെട്ട മകനാണ്, പുത്രനാണെന്ന ചിന്തയോടുകൂടി അവന് വാരിപ്പുണരുമ്പോൾ അവനായിരിക്കുന്ന നിലയിൽ ദൈവം അവനെ ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. ഇതാണ് തമ്പുരാൻ്റെ സ്നേഹം. നമ്മളായിരിക്കുന്ന നിലയിൽ നമ്മുടെ നിറമോ ഗുണമോ നമ്മുടെ മഹത്വമോ ഒന്നും നോക്കിയിട്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെയും അവിടത്തേക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത് നമ്മളായിരിക്കുന്ന നിലയിൽ. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ദൈവസ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മളെപ്പോൾ തിരിച്ചു ചെന്നാലും നമ്മൾ സ്വീകരിക്കുന്ന ഒരു പാട്ടിൻ്റെ ഈരടികളാണ്. അതിപ്രകാരമാണ്, ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന കാരുണ്യമേ. നമ്മളെപ്പോൾ തിരിച്ചു ചെന്നാലും കണ്ണീരൊപ്പി നമ്മൾ സ്വീകരിക്കുന്ന തമ്പുരാനാണ്. അതാണ് അവിടുത്തെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്, ദൈവം നമ്മെ സ്നേഹിക്കുന്നത് മകനും മകളുമായിട്ടാണ്. നമ്മളെ അടിമകളായിട്ടോ ദാസന്മാരായിട്ടോ ഒന്നും കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ എഫെസ്യൻകാർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ഇനിമേൽ ദാസനോ അടിമയോ പരദേശിയോ ആരുമല്ല, പിന്നെയോ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, അവിടത്തേക്ക് പ്രിയപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദൈവത്തിൻ്റെ സ്നേഹം എന്നും നിലനിൽക്കുന്നതാണ്, അനന്തമാണത്, അതിന് അതിരുകളില്ല. ആ സ്നേഹത്തിനായിട്ട് ഒരു കുറവുമില്ല. എത്ര എടുത്താലും എത്ര വാങ്ങി ഭക്ഷിച്ചാലും പാനം ചെയ്താലും എപ്പോഴും പൂർണ്ണതയിൽ നിൽക്കുന്ന സ്നേഹം തന്നെയാണ് തമ്പുരാൻ്റെ സ്നേഹം. അതെല്ലാവരെയും ഉൾക്കൊള്ളുന്നവരാണെന്ന് നമുക്കറിയാം. കർത്താവ് തന്നെ മലയിലെ പ്രസംഗത്തിൽ പറയുന്ന പോലെ, സൂര്യൻ്റെ മേലും ചന്ദ്രനിലും പ്രകാശം വരുത്തുന്നവൻ, ദുഷ്ടയുടെ മേലും ശിഷ്ടയുടെ മേലും പ്രകാശരശ്മികൾ പതിക്കുന്ന ആ തമ്പുരാൻ്റെ പ്രവൃത്തി പോലെ തന്നെയാണ് അവിടുത്തെ സ്നേഹവും. അതെല്ലാവരെയും ചൂഴ്ന്നു നിൽക്കുന്നു, എല്ലാവരെയും സ്വന്തമാക്കുന്നതാണ്. തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യേശുവിലൂടെ പ്രകടമായ പിതാവിൻ്റെ സ്നേഹം അത് നഷ്ടപ്പെടുത്തുന്ന സ്നേഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന കാൾ റാനർ തന്നെ പറയുന്നുണ്ട്, യേശുവിൻ്റെ സ്നേഹം അതിൻ്റെ പ്രത്യേകത അത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നഷ്ടപ്പെടുത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുക, നഷ്ടപ്പെടുത്തുന്നതിൽ പൂർണ്ണത അനുഭവിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ടാണ് കുരിശോളം പോകാനും കുരിശിൽ തന്നെ നഷ്ടപ്പെടുത്തുവാനും അവസാനത്തുള്ളി രക്തം വരെ ചൊരിയുവാനും കർത്താവായ യേശുവിനെ പ്രേരിപ്പിച്ചത് ഈ നഷ്ടപ്പെടുത്തുന്ന സ്നേഹമാണെന്ന കാര്യം ഓർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആത്മീയ പിതാക്കന്മാർ പറഞ്ഞു വെക്കാറുണ്ട്, ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന കുരിശിലാണ്, ഒപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലാണ്. ലോകമെമ്പാടും അറിയപ്പെട്ട ബിഷപ്പ് ഷീൻ, ഫുൾട്ടൻ ജെ ഷീൻ
അദ്ദേഹം പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ കുരിശിത രൂപത്തിൻ്റെ മുമ്പിൽ നീ ചെലവഴിക്കുന്ന സമയം നിൻ്റെ ജീവിതത്തിലെ ധന്യമായ സമയങ്ങളൊന്നാണ്. അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം നിനക്ക് അനുഭവിക്കാൻ പറ്റുക. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയുമ്പോഴേ നമുക്കത് മനസ്സാകത്തുള്ളൂ. പക്ഷെ ദൈവം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ദാനമായ പരിശുദ്ധാത്മാവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 16, 17 വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടത്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്ക് സഹായകനെ തരും. ഈ സഹായകനാണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എപ്പോഴും ദൈവസ്നേഹത്തെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ സ്നേഹിക്കുന്നെന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആത്മാവാണ് നമ്മുടെ ആത്മാവിനോട് പറയുന്നത്, നിങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല, പിന്നെയോ പുത്രന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ പിതാവേ, അബ്ബ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ടെന്ന് റോമാക്കാർക്കുള്ള ലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അത് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനം അതാ പറയുന്നത്, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെയോ ശക്തിയുടെ സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തെ ആബ എന്ന് വിളിക്കാൻ പ്രേരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, അപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന കാര്യമാണ്. നമ്മൾ അതുപോലെ തന്നെ വായിക്കുന്നുണ്ട്, റോമാക്കാർക്ക് ഉള്ള ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 8-ാമത്തെ വചനം പറയുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കായി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ വീണ്ടെടുക്കുവാനാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനം നമുക്കെല്ലാവർക്കും ഹൃദയസ്ഥമാണ്. അവന് വിശ്വസിക്കുന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കുവാൻ ഉതകുമാറ് അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. തൊട്ട് പിന്നാലെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാനാണ്. ഈ മനുഷ്യാവതാര രഹസ്യം തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയ കാര്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതിന് ധാരാളം തെളിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ സ്വല്പം സമയമെടുത്ത് നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് തിരിയണമെന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുക, എന്നെ കേട്ടോണ്ടിരിക്കുക നിങ്ങൾ ഓരോരുത്തരും ഓർത്ത് നോക്ക്, എത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം, പരിപാലനം ഒന്നുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവരല്ലേ നമ്മൾ. റോഡ് അപകടങ്ങൾ, വെള്ളത്തിൽ നിന്നുള്ള അപകടങ്ങൾ, മരത്തെ കയറി വീഴ്ച എന്നുള്ള അപകടങ്ങൾ, വന്യമൃഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നുള്ള അപകടങ്ങളൊക്കെ ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയുള്ള നിമിഷങ്ങൾ ധാരാളമുണ്ട്, നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, പലരുടെയും ജീവിതാനുഭവങ്ങൾ പറയുമ്പോഴും നമുക്കത് വ്യക്തമാണ്. എത്രയോ മനുഷ്യരിലൂടെ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്നു. നമുക്ക് അതിശയം തോന്നും. ഞാനിപ്പോൾ ഒരു വൈദികനായിട്ട് 45 വർഷമായി, മെത്രാനായിട്ട് 5.5 വർഷമായി. ഈ 45 വർഷങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവിധ ഇടവകളിൽ, വിവിധ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ധാരാളം മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പുതിയ ഇടവകളിലേക്കും പുതിയ പ്രസ്ഥാനങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളെ കാണുന്നത്. എന്നാലും നമ്മെ സ്നേഹിക്കാനും നമ്മളോടുകൂടി സഹകരിക്കാനും നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനും തയ്യാറായിരിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നത്, ഇങ്ങനെ സഹായിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ദൈവം അവരെ പ്രേരിപ്പിക്കുന്നു നമ്മെ സ്നേഹിക്കുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലാണ് നമ്മൾ 3-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനം പറയുകയാണ്, കർത്താവ് എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്വന്തമാക്കിയിരിക്കുകയാണ്. അവിടത്തേക്ക് സ്വന്തപ്പെട്ടവരാണ് നമ്മൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 15-ാമത്തെ വചനത്തിൽ അപ്പസ്തലന്മാരുടെ കൂടെ അന്ത്യ അത്താഴവേളയിൽ ഈശോ സംസാരിക്കുകയാണ്. എത്രയോ ഹൃദ്യമായ സംഭാഷണമാണ്. സ്നേഹപൂർവ്വമായി അവരോടൊപ്പം ഇരുന്ന് പറയുക. അപ്പോൾ ഈശോ അവരോട് പറയുക,
നിങ്ങളെ ഇനിമേൽ ഞാൻ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. ദാസന്മാരോട് യജമാനൻ ഒരിക്കലും ഹൃദയ രഹസ്യങ്ങൾ പറയാറില്ലല്ലോ, കൂട്ടുകാരോടല്ലേ അത് പറയുന്നത്. സ്നേഹിതന്മാരുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ സന്തോഷം തോന്നുന്നത്. അവരോടല്ലേ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും വെല്ലുവിളികളും എല്ലാം പറയുന്നത്. സ്നേഹിതനായിട്ടാണ് ദൈവം നമ്മൾ കണക്കാക്കുന്നത്, കൂട്ടുകാരായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ നമ്മളെ സ്വന്തമാക്കിയിരിക്കുക. പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഒത്തിരിയേറെ മനുഷ്യരിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുക. നമുക്ക് വേണ്ടി മനുഷ്യരെ ഒരുക്കിയിരിക്കുന്ന പോലെ തോന്നും. ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഇഷ്ടപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മളോട് സ്നേഹപൂർവ്വം ഇടപെടുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് സ്നേഹപൂർവ്വം ഇടപെടുമ്പോൾ, പുഞ്ചിരിയോടുകൂടി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്കും ഇറങ്ങിച്ചെല്ലുകയല്ലേ. ഒരുപക്ഷെ നമ്മൾ പണ്ട് കണ്ടുമുട്ടിയ മനുഷ്യർ അവർ ഓർത്തിരിക്കും നമ്മളെയൊക്കെ, നമുക്കറിയാം. ഞാൻ അടുത്ത കാലത്ത് ഓർക്കുകയാണ്, ഒരു 2 ആഴ്ച മുമ്പ് ഒരാൾ എന്നെ അന്വേഷിക്കുമെന്ന് പറയാനിടയായി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. വേറൊരാൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇതായിരുന്നു: ഈ അന്വേഷിക്കുന്ന ആൾ അത്യാസന്ന നിലയിലാണ്, ക്യാൻസർ ബാധിച്ച് ഏത് നിമിഷവും മരിക്കാം. പിതാവിൻ്റെ ഒരു ഫോൺ കോൾ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അയാൾക്ക് വലിയ ആശ്വാസമായിരിക്കും. ഞാൻ ഫോൺ കോൾ സംഘടിപ്പിച്ചു, ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവ്, ഞാനിങ്ങനെ അത്യാസന്ന നിലയിലാണ്. ഓപ്പറേഷൻ നടത്തിയപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല, അത് അതേപടി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും എനിക്ക് മരണം വരാം, സംസാരിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. അപ്പോൾ എനിക്കൊരു തോന്നൽ, പിതാവിനെ ഒന്ന് വിളിക്കണമെന്ന്, പിതാവിനോടൊന്ന് സംസാരിക്കണമെന്ന്. കാരണം ഞാൻ അവരുടെ വികാരിയായിരുന്നപ്പോൾ കണ്ടുമുട്ടിയ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരായ മനുഷ്യൻ. അപ്പോൾ അവർ പക്ഷേ അന്ന് നമ്മളെ ഇടപെട്ടപ്പോൾ നമ്മുടെ സംസാരമോ നമ്മുടെ ഇടപെടലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനമായതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. എന്നുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലും സംസാരവും പെരുമാറ്റവും സ്നേഹപൂർവ്വമായ ഇടപെടലും അനേകർ മനസ്സിൽ സൂക്ഷിക്കുന്നു. കാരണം നമ്മളിലൂടെ തമ്പുരാൻ്റെ സ്നേഹം അവരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അനേകരിലൂടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന പോലെ നമുക്കും നമ്മുടെ ഒരു നല്ല വാക്കിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു ഫോൺ വിളിയിലൂടെ, ഒരു SMS സന്ദേശത്തിലൂടെ, അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിലൂടെയൊക്കെ ആയിട്ട് തമ്പുരാൻ്റെ സ്നേഹവും ആ കരുണയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് ഞാൻ പറയുണ്ടായി, നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിലാണ്, മകനും മകളുമായിട്ടാണ്. ദൈവം എത്രമാത്രം കൃപകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോരുത്തർക്കും കൃപകൾ തരുന്നുണ്ട്, ഇഷ്ടംപോലെ തന്നുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ കഴിവുകൾ നോക്കിയിട്ടോ നമ്മുടെ അർഹത നോക്കിയിട്ടോ നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടോ ഒന്നുമല്ല ദൈവം തൻ്റെ കൃപകൾ നൽകുന്നത്. അവിടെ നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ വീണ്ടും എടുത്തു പറയുകയാണ്, നീ അവിശ്വസ്തനായിരുന്നാലും ദൈവത്തിന് വിശ്വസ്തനാകാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വസ്തരായിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തതയാണ്. തമ്പുരാന് നിരവധിയായ കൃപകൾ കിട്ടും. പക്ഷെ നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നമ്മുടെ പാളിച്ചകൾ നമുക്ക് സംഭവിക്കാം, അവിശ്വസ്തകൾ കടന്നു വരാം, തെറ്റുകൾ നമുക്ക് സംഭവിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും ദൈവം നമ്മളെ കൈവിടുന്നില്ല. ആദിപിതാക്കളായ ആദത്തോടും ഹവ്വായോടും അതല്ലേ ദൈവം ചെയ്തത്. തെറ്റ് ചെയ്തപ്പോൾ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്തത്. കായേനും ആബേലും സഹോദരങ്ങളായിരുന്നു. ആബേലിൻ്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കായേന് ആബേലിനോട് അസൂയയായി. അത് മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടു നടന്നു. അവസാനം അവനെ കൊലപ്പെടുത്തുകയുണ്ടായി. പക്ഷെ കൊലപ്പെടുത്തിയ കായേനെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. അവൻ്റെ തെറ്റിനെപ്പറ്റി അവനെ ബോധ്യപ്പെടുത്തുമ്പോഴും അവനത് ശിക്ഷ നൽകുമ്പോഴും അവനെ ഭൂമിയിൽ ആരും ഉപദ്രവിക്കാൻ പാടില്ല, അവൻ തൻ്റെ പ്രിയ മകനായിരിക്കുമെന്ന് പറയുന്ന തമ്പുരാൻ. ഇതാണ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ വീഴ്ചകളിലും നമ്മുടെ അവിശ്വസ്തതയിലും നമ്മുടെ ബലഹീനതകളിലും കൂടെ നിന്ന് ബലപ്പെടുത്തുന്നവൻ, ശക്തി പരന്നവനാണ് കർത്താവ്. യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ നമ്മുടെ കാലുകൾ തളരുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല, നമ്മുടെ കൈകൾക്ക് ബലം നഷ്ടപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയില്ല. അവിടുന്ന് നമ്മളെ കരങ്ങളിൽ എടുത്ത് കൊണ്ടുപോകുന്നു. കുഞ്ഞാടുകളെ കരങ്ങളിലെടുത്തും പെണ്ണാടുകളെ സാവധാനം മേയിച്ച് നയിക്കുന്ന പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കണമോ? അത് അനുഭവിക്കാൻ ദൈവം തന്നെ മാർഗങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഏറ്റവും വലിയ മാർഗം
ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം തമ്പുരാനെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒപ്പം കർത്താവ് തന്നെ യോഹന്നാൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ ജീവിക്കുകയാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ പക്കൽ, നമ്മുടെ മധ്യേ ഉണ്ട്. അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് തമ്പുരാൻ്റെ സ്നേഹത്തിൽ വളരാനും അനുഭവിക്കാനുള്ള ഒരു വലിയ മാർഗം നമ്മൾ പരസ്പരം സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഈ വലിയ ആഴ്ചയിൽ സ്നേഹപൂർവ്വം ഞാൻ ഇടപെടും, അവരുടെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും, അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന പറ്റുന്ന ശുശ്രൂഷകൾ ചെയ്യും. അങ്ങനെ ഒരു 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 തീരുമാനമെടുത്ത് മുന്നേറാൻ കഴിഞ്ഞാൽ എത്രയോ ഭാഗ്യമാണ്. അയൽവക്കങ്ങളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ പറ്റിയാൽ, അവർക്ക് ചെറിയ നന്മകൾ ചെയ്യാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് ആരെങ്കിലും അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് മനസ്സുകൊണ്ട് എന്തെങ്കിലും പ്രയാസം തോന്നുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഭവനങ്ങളിൽ ഒന്ന് ചെല്ലുക, അവരോടൊക്കെ മിണ്ടാൻ പറ്റുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാലോ തമ്പുരാന്റെ സ്നേഹത്തിൽ വളരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ കൂട്ടായ്മയിലൂടെ, ഹൃദയ ഐക്യത്തിലൂടെ തമ്പുരാന്റെ പക്കലേക്ക് വരാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും നമ്മളിലുള്ള അഹങ്കാര ചിന്തകളാണ്. ഞാൻ എന്തോ ആണെന്ന ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന ഒരു മനോഭാവം, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു ചിന്ത. അത് ദൈവം ആഗ്രഹിക്കുന്നില്ലല്ലോ. ലൂക്കായുടെ സുവിശേഷത്തിൽ ചുങ്കക്കാരനും ഫരിസേയനും പ്രാർത്ഥിക്കാൻ പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഫരിസേയൻ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് തമ്പുരാൻ്റെ അടുക്കൽ വന്നു നിന്നോട് പ്രാർത്ഥിച്ചു, ഞാൻ പുറകെ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ നോമ്പ് നോക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നല്ലേ തമ്പുരാൻ പറയുന്നത്. ആ സമയത്ത് ദേവാലയത്തിൻ്റെ ആ ഏറ്റവും താഴെ നിലയിൽ നിന്ന ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മേൽ കനിവുണ്ടാണ്, ഞാൻ പാപിയാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എളിമയോടുകൂടി തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാം. അപ്പോൾ ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഒന്ന് എളിമപ്പെടേണ്ടതുണ്ട്, നമ്മൾ കൊച്ചാകേണ്ടതുണ്ട്. നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു കുടത്തിലേക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതൊന്ന് ഒഴിവാക്കിയെങ്കിലല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മുടെ ഹൃദയങ്ങൾ നമ്മെപ്പറ്റിയുള്ള ചിന്ത കൊണ്ടും അഹങ്കാരം കൊണ്ടും നമ്മളെ നീതിവൽക്കരിക്കുന്ന ഭാവനകൾ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്നാൽ തമ്പുരാൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ലല്ലോ. ഈ വലിയ ആഴ്ചക്കാലം നമ്മളെ ഒന്ന് ശൂന്യവൽക്കരിക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഇല്ലായ്മ ചെയ്താൽ ദൈവസ്നേഹം കൊണ്ട് നിറയുവാൻ നമുക്ക് സാധിക്കും. ഒപ്പം തന്നെ തമ്പുരാൻ പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച ഈശോ തൻ്റെ ജീവിതം തന്നെയും നമുക്ക് വേണ്ടി അർപ്പിച്ചവനാണ്. നമുക്കതറിയാം. നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വയ്ക്കുമ്പോഴാണ്. യോഹന്നാൻ 12:24 മുതലുള്ള തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുന്നത്, അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും. ഈ വലിയ ആഴ്ചക്കാലം നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി സ്വയം അഴിഞ്ഞ് ഇല്ലായതായി തീർന്ന കർത്താവായ ഈശോയുടെ ജീവിതമല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. അവിടുത്തെ സ്നേഹമല്ലേ നമ്മൾ കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി അഴിയുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലായ്മയായി തീരുവാൻ, ശൂന്യമായി തീരുവാനുള്ള കിട്ടുന്ന അവസരങ്ങൾ ദൈവകൃപയുടെ അവസരങ്ങളാണെന്ന് കൂടി ഓർക്കാം. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നിരന്തരമായി സ്നേഹിക്കുന്നു. ഒരിക്കലും അവിടത്തേക്ക് സ്നേഹത്തിന് പിന്മാറാൻ പറ്റുകയില്ല. തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കണമെന്നാണ് അവർ നിരന്തരം ആഗ്രഹിക്കുന്നത്. നമ്മൾ അകന്നു പോകുമ്പോഴും നമ്മുടെ പിന്നാലെ വന്ന് സ്നേഹിക്കുന്നവനാണ് അവിടുന്ന്. ആംഗ്ലേയ കവിയായ തോംസൺ പഠിപ്പിക്കുന്നതും അത് തന്നെയാണല്ലോ. ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറയുന്ന തൻ്റെ ആ കവിതയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ഒരു വേട്ടപ്പട്ടിയെ പോലെ ദൈവം ഇരയെ പിടികൂടുവാനായിട്ട് പിടിച്ച് മുറിവേൽപ്പിക്കുന്ന പോലെയല്ല, സ്നേഹപൂർവ്വം തൻ്റെ പക്കലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ആഗ്രഹിച്ച് നമ്മുടെ പിന്നാലെ വരുന്നവനാണ്. ഈ ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ വലിയ ആഴ്ച അതിനുള്ള ശക്തി നമുക്ക് പകരട്ടെ. തമ്പുരാൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാം. തമ്പുരാൻ്റെ സ്നേഹത്തിൽ നമ്മളെ അകറ്റുന്ന തിന്മകളും കുറവുകളും കണ്ടെത്താൻ ശ്രമിക്കാം. ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് തന്നെ നമ്മൾ സഹായിക്കട്ടെ. തൻ്റെ ആത്മാവിലൂടെ ആത്മാവിന് നമ്മൾ കീഴ്പ്പെടുമ്പോൾ ഈ സ്നേഹത്തേക്ക് അടുത്ത് വരാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവസ്നേഹം കൊണ്ട് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ജീവിതവും
നിങ്ങളുടെ കുടുംബവും ധന്യമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വരുന്ന ഈ ആരാധനയിലും നമുക്ക് നന്നായി പങ്കെടുത്തുകൊണ്ട് തമ്പുരാൻ്റെ സ്നേഹത്തിന് നന്ദി പറയുവാനും ആ സ്നേഹത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുവാനും കൂടി നമുക്ക് ശ്രമിക്കാം. എല്ലാവരെയും അതിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ മുമ്പിൽ ആരാധനയ്ക്കായി നമ്മൾ ഒരുമിച്ച് ചേരുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റിയാണല്ലോ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. അവിടുന്ന് സ്നേഹമാകുന്നു എന്ന് നമ്മൾ കണ്ടു. അവിടുത്തെ സ്നേഹത്തിന് അവസാനമില്ല, നിത്യം നിലനിൽക്കുന്നതാണ് അവിടുത്തെ സ്നേഹം. ദൈവസ്നേഹത്തിനൊരു കുറവും വരുന്നില്ല. അത് സ്വയം നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടു. അവിടുന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്നവനാണ്. അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. കൂപ്പുകരങ്ങളോടുകൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കാം നമുക്ക്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന ഒരു ചിന്ത കൊണ്ടുവരാൻ നമുക്ക്. അവിടത്തേക്ക് പ്രിയപ്പെട്ട മക്കളാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓർക്കാൻ നമുക്ക്. യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ ആദ്യ വചനം നമ്മൾ പറഞ്ഞതാണല്ലോ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവിടെ നമ്മളോട് കാണിക്കുന്നത്. ഈശോയുടെ ജീവിതം മുഴുവൻ ഈ സ്നേഹം അവിടുന്ന് കാണിക്കുകയായിരുന്നു. അവസാനം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇതിൽ പരം ഒരു സ്നേഹവും നമ്മളോട് കാണിക്കാനില്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കിയപ്പോൾ അവിടെ നമ്മുടെ ഏറ്റവും വലിയ സ്നേഹിതനും നമ്മുടെ രക്ഷകനും നമുക്ക് ദൈവവും കർത്താവും എല്ലാമായിട്ട് മാറുകയായിരുന്നു. തോമാസിക ഏറ്റു പറഞ്ഞല്ലോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും നമുക്കും ഏറ്റു പറയാം, കർത്താവേ, നീയാണ് എനിക്ക് സർവസ്വവും, നീയാണ് എനിക്ക് ദൈവം, നീയാണ് എനിക്ക് നാഥൻ, നീയാണ് എനിക്കെൻ്റെ സൃഷ്ടാവ്, പരിപാലകൻ, സംരക്ഷകൻ. കർത്താവിൻ്റെ സന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ ത്രിത്യേക ദൈവത്തെ നമുക്ക് ഓർക്കാം. വളരെ പ്രത്യേകമായി പിതാവായ ദൈവത്തെ നമുക്ക് അനുസ്മരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള സമയത്ത് നമ്മെ പരിപാലിച്ചതും നമ്മൾ സ്നേഹിച്ചതും ഇപ്പോഴും നമ്മുടെ അസ്തിത്വത്തിൽ നിലനിർത്തുന്നതും പിതാവിൻ്റെ സ്നേഹമാണ്.
പിതാവാണ് ഇല്ലായ്മയെന്ന് നമ്മളെ രൂപപ്പെടുത്തിയത്. നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ജന്മം നൽകിയത്. തന്നോട് അവിടുന്ന് നിത്യം നമ്മളെ ചേർത്ത് നിർത്തിയാണ്. തൻ്റെ പ്രകാശത്തിലും തൻ്റെ വിശുദ്ധിയിലും നമ്മളെ പങ്കുകാരാക്കുന്നു. പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. പിതാവിൻ്റെ സ്നേഹം മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പിതാവായ ദൈവത്തെ പാടി സ്തുതിക്കാം. ദൈവപിതാ സ്നേഹദാതാ ആരാധിക്കുന്നിതാ, വാനിടവും ഭൂതലവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ഒന്നുകൂടി പാടാം നമുക്ക്. ദൈവപിതാ സ്നേഹദാതാ ഒരുമിച്ച് ചേർന്ന് പാടാം. ആരാധിക്കുന്നിതാ, സ്വരമുയർത്തി ശബ്ദമുയർത്തി പാടാം. വാനിടവും ഭൂതലവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇപ്രകാരം പറയുന്നുവല്ലോ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം ദൈവം സ്നേഹിച്ചു നമ്മെ. ആ ഏകജാതനായ ഈശോയാണ് ഇപ്പോൾ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത്. അവിടുത്തെ സ്നേഹമാണല്ലോ പുതിയ നിയമം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമുക്കറിയാം. നമ്മൾ അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തന്നെ ബലി അർപ്പിക്കുകയും ചെയ്തു എന്നല്ല സ്നേഹമടങ്ങുന്നത്. നമ്മൾ പാപികളായിരിക്കെ അവിടുന്ന് നമ്മുടെ പാവാവസ്ഥയെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കുകയുണ്ടായി. പൗലോസ്യ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവിടുന്ന് സർവ്വസമ്പത്തും തികഞ്ഞവനായിരുന്നിട്ടും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമ്മളിൽ ഒരുവനായിക്കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്ന കാര്യം. നമ്മുടെ ദാരിദ്ര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടുന്ന് നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി അവിടുന്ന് തൻ്റെ സമ്പന്നത ഉപേക്ഷിച്ച കാര്യം പറയുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. വിശുദ്ധ കുർബാനയും ക്രൂശിത രൂപവും ഈശോയുടെ സ്നേഹത്തെയാണല്ലോ എപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വഹിക്കുന്ന കുരിശിത രൂപം, നമ്മുടെ മാലയുടെ അറ്റത്തും പലയിടത്തും നമ്മൾ കുരിശിനെ കാണാറുണ്ട്. ആ ക്രൂശിത രൂപമൊക്കെ നമ്മളോട് പറയുന്നത് ഈ സ്നേഹത്തെ പ്രതിയാണ്. നിത്യം നമ്മുടെ കൂടെ വസിക്കുവാനായിട്ടാണല്ലോ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്നത്. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഈ വിധത്തിൽ അവിടുന്ന് നമുക്ക് സന്നിഹിതനാവുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ, തിരുവചനത്തിലൂടെ, തൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് തന്നുകൊണ്ട് അമ്മയിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ഇത്രമാത്രം സ്നേഹം നമ്മളോട് കാണിക്കുന്ന ആ ഈശോയുടെ സ്നേഹം ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് ഈശോയെ പാടി സ്തുതിച്ച് ആരാധിക്കാം. യേശുനാഥാ സ്നേഹനാഥാ ആരാധിക്കുന്നിതാ, വാനിടവും ഭൂതലവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി നമുക്ക് പാടാം. യേശുനാഥാ സ്നേഹനാഥാ ആരാധിക്കുന്നിതാ, വാനിടവും ഭൂതലവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. പെന്തക്കോസ്താ ദിവസത്തിലെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പ്രാർത്ഥിച്ചിരുന്ന അപ്പസ്തോല സമൂഹത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ അവിടെ നയിക്കുകയുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവരവരവരുടെ ഭാഷകളിൽ
പ്രത്യേകിച്ച് ഭാഷാപരത്തോടുകൂടി ദൈവത്തെ സ്തുതിച്ചു. അവർ സ്തുതിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവർക്ക് ഓരോരുത്തർക്കും താന്താങ്ങളുടെ ഭാഷയിൽ അവരെ മനസ്സിലാക്കുവാൻ സാധിച്ചു. നമുക്ക് നമ്മുടെ കരങ്ങളെ ഇത്രയേക ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ഭാഷാപരമനുസരിച്ച്, അവിടെ നമുക്ക് നൽകുന്ന പ്രചോദനം അനുസരിച്ചുകൊണ്ട് നമുക്കും പരിശുദ്ധാത്മാവിനെ പാടി പുകഴ്ത്തുവാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് നമുക്ക് തമ്പുരാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളങ്ങ് വിശുദ്ധീകരിക്കുന്നതിനോർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പുതിയ മനുഷ്യരാക്കി ഞങ്ങൾ രൂപപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് പരിശുദ്ധാത്മാവിനെയും പ്രകീർത്തിച്ച് പ്രാർത്ഥിക്കാം. പാവനാത്മാ സ്നേഹദാതാ ആരാധിക്കുന്നിതാ, വാനിടവും ഭൂതലവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. വലിയ ആഴ്ച ഒരുക്ക ധ്യാനത്തിൻ്റെ ഈ ആദ്യ ദിവസം നമ്മൾ തമ്പുരാൻ്റെ സ്നേഹത്തെ പറ്റിയാണല്ലോ ചിന്തിച്ചത്. തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമ്മൾ എടുത്തു പറയുകയുണ്ടായി, നമ്മളെ വ്യക്തിപരമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറവുകളോടും നമ്മുടെ കഴിവുകളോടും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് കർത്താവ് സ്നേഹിക്കുന്നത്. വിശുദ്ധരായ വ്യക്തികളെ മാത്രമല്ല കർത്താവ് സ്നേഹിക്കുന്നത്, വിശുദ്ധ കുറവുള്ളവരെയും അവിടുന്ന് സ്വന്തമായി സ്നേഹിക്കുന്നു. എപ്പോഴും നമ്മളെ കണക്കാക്കുന്നത് മകനും മകളുമായിട്ടാണ്. അവിടുന്ന് നമ്മളാരും അന്യരല്ല. കർത്താവിൻ്റെ ഭവനത്തിൽ അവിടുത്തെ മക്കളാണ് നമ്മൾ. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മൾ ആയിരിക്കുന്നതും ചരിക്കുന്നതുമെല്ലാം. ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലാണ് നമ്മളുള്ളത്. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ സ്വീകരിക്കുന്നതാണ് കർത്താവ്. അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒറ്റേ ഒരു കാര്യമേ ഉള്ളൂ, നമ്മളെല്ലാവരും അവിടുത്തെ പക്കലായിരിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് പറയുകയുണ്ടായി, തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി അവിടുന്ന് തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞത്. തന്നോടുകൂടി ആയിരുന്ന ശക്തി സംഭരിക്കുവാൻ വേണ്ടി കർത്താവ് അവരെ വിളിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ സമയത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അവിടുത്തോട് തുറന്ന് പറയാം. നമുക്ക് പറയാനുള്ളതെല്ലാം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചെയ്യാതെ പോയ കാര്യങ്ങൾ, നമുക്ക് വന്ന നേട്ടങ്ങളും ഒപ്പം പരാജയങ്ങളും വീഴ്ചകളും നമ്മുടെ അപര്യാപ്തതകളും എല്ലാം അവിടുത്തോട് പറയാം. തിരുവചനം പറയാണ്, ധാരാളം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയമുണ്ടായിരുന്നില്ല. തിരക്കേറിയ സമയമായിരുന്നു. ആ തിരക്കുകളുടെ നടുവിലും കർത്താവ് അവരെ പറഞ്ഞതെന്താണ്? വരുവിൻ, ഒരു വിജന പ്രദേശത്തേക്ക് നമുക്ക് പോകാം. നമ്മളും തിരക്കിൻ്റെ മനുഷ്യരാണ്. പക്ഷെ കർത്താവ് നമ്മളെയും വിളിക്കുന്നു വിജനതയിലേക്ക് കടന്നു വരുവാനായിട്ട്, അവിടുത്തോടൊപ്പം ആയിരിക്കുവാനായി. അവിടുത്തോടൊപ്പം ആയിരിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സ്നേഹം കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. അവിടുത്തോടു കൂടി ആയിരുന്നപ്പോഴാണല്ലോ അപ്പസ്തലന്മാർ പറഞ്ഞത്, കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. അവിടുത്തോടുകൂടി പ്രാർത്ഥനയിലായിരുന്ന നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പത്രോസ് ഏറ്റു പറഞ്ഞത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നുവെന്ന്. പ്രാർത്ഥനയിലായിരുന്നു കഴിഞ്ഞപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, താബോർ മലയിൽ വെച്ച് നമ്മളിവിടെ ആയിരിക്കുന്നത് എത്രയോ നല്ലതാണ്. ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്കും കർത്താവിനോട് കൂടി ആയിരിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളെല്ലാം അവിടുത്തെ പക്കലേക്ക് തിരിച്ചു വരണമെന്നാണ്. ഈ നോമ്പ് കാലത്ത്, പ്രത്യേകിച്ച് വലിയ ആഴ്ചയിലെ ഈ ദിവസങ്ങളിൽ വന്നുപോയ നമ്മുടെ കുറവുകളും നമ്മുടെ പാപങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, എപ്പോൾ തിരിച്ചു ചെന്നാലും നമ്മളെ സ്വീകരിക്കുന്നതാണ് കർത്താവ്. ഒരു ചോദ്യവും ചെയ്യാതെ, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാതെ, നീ തിരിച്ചു വന്നല്ലോ എന്ന മനോഭാവത്തോടുകൂടി സ്വീകരിക്കുന്ന കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എത്രയോ പ്രാവശ്യം കർത്താവ് നമ്മെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ എത്രയോ പ്രാവശ്യം വീണ്ടും നമ്മൾ കർത്താവിൻ്റെ പക്കൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ഓരോ കുമ്പസാരത്തിലും വന്ന് ഒരേ പാപങ്ങൾ തന്നെ ഏറ്റുപറയുന്നവരാണ് നമ്മൾ. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പോകുന്നു.
പക്ഷെ വീണ്ടും ആ ആഗ്രഹിക്കാത്ത തിന്മയിൽ പെട്ടുപോകുന്നു നമ്മളൊക്കെ. പക്ഷെ വരുമ്പോഴൊക്കെയും ഒന്നും പറയാതെ, ഒന്നിനും മറുപടിയൊക്കെ വേണ്ടി കാത്തു നിൽക്കാതെ കർത്താവ് നമ്മൾ സ്വീകരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പിന്നാലെ പോകുമ്പോൾ 99 പറ്റി കർത്താവ് ഒട്ടും ഉത്കണ്ഠാകുലനാകുന്നില്ല. അവരെ ഉറപ്പുള്ള സ്ഥലത്ത് വിട്ടിട്ട് കാണാതെ പോയതിൻ്റെ പിന്നാലെ പോകുന്നവനാണ് കർത്താവായ ദൈവം. 99 നീതിമാന്മാരെക്കാൾ ഉപരിയായി ഒരുവൻ്റെ കാര്യത്തിൽ അവൻ മനസ്സരിഞ്ഞു വരുമ്പോൾ സന്തോഷിക്കുന്നവനാണ് കർത്താവ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അവിടുത്തെ വലിയ ഹൃദയം അതാണ്. നമുക്ക് നമ്മുടെ തന്നെ ഈശ്വര കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കണമെന്ന് കർത്താവിനോട് പറയാം. നിന്നെ അകന്നു പോകാതെ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ശക്തിപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നമുക്ക് പാടാം. ഞാൻ ആ പാട്ടിൽ പറഞ്ഞ അതേ പാട്ട് തന്നെ ഇന്നോളം എന്നെന്നുമുള്ള പാട്ട് പാടിക്കൊണ്ട് തമ്പുരാൻ്റെ സ്നേഹത്തെ നമുക്കൊരിക്കൽ കൂടി പുതുക്കുകയും അനുഭവിക്കുകയും ചെയ്യാൻ ശ്രമിക്കാം. വീണാലും കണ്ണീരും രാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവെ കാണുമെന്നും വാത്സല്യമേ. ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരും രാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവെ കാണുമെന്നും വാത്സല്യമേ. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടു ഞാൻ മരുഭൂമിൽ തടന്നു വീഴുന്നിതാ. കൂട്ടം പിരിഞ്ഞൊരു കുഞ്ഞാടു ഞാൻ മരുഭൂമിൽ വീഴുന്നിതാ. ഉള്ളം തകർന്നു പാദം കുഴഞ്ഞു നീ വന്നു മാറോടെന്നെ താലോലിച്ചല്ലോ. ഉള്ളം തകർന്നു പാദം കുഴഞ്ഞു നീ വന്നു മാറോടെന്നെ താലോലിച്ചല്ലോ. ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവെ കാണുമെന്നും വാത്സല്യമേ. കാണാതെ പോകുന്ന നമ്മെ തേടി വന്ന് പേര് വിളിച്ച് തൻ്റെ മാറോട് ചേർക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം, അതാണ് നമുക്ക് ശക്തി. വീണാലും അവിടുത്തെ പക്കലേക്ക് തിരിച്ചു ചെല്ലുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും അവിടെ നമ്മളോട് ക്ഷമിക്കും, നമ്മെ സ്വീകരിക്കുമെന്ന ആ ഒരു ചിന്തയാണ്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതാണ് നമ്മുടെ ആശ്വാസം, നമ്മുടെ സന്തോഷം അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹം അവിടുത്തെ മരണം കൊണ്ട് തീരുന്നില്ല. മരണത്തിന് ശേഷവും അവിടുന്ന് തൻ്റെ അപ്പസ്തലന്മാരുടെ കൂടെ, തൻ്റെ ശിഷ്യരുടെ കൂടെ ആയിരിക്കുകയാണ്.
അത് നമുക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണ്. അത് നമ്മുടെ കൂടെയും അവിടുന്ന് ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് നന്ദി പറയാം. പ്രിയമുള്ളവർ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന അപ്പസ്തോലന്മാരുടെ കഥ. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. അവിടുന്ന് അവിടെയും പ്രത്യക്ഷപ്പെട്ടോട് ചോദിക്കും, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ? അവർ പറയും, ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല. വലയെടുത്ത് വള്ളത്തിൻ്റെ വലതുവശത്ത് വീശാൻ പറയുന്നതും വീശിയപ്പോൾ ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്നതുമെല്ലാം നമുക്കറിയാം. കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരുവനും പരാജയം സംഭവിക്കാൻ പാടില്ല. കർത്താവിന് നിർബന്ധമുള്ള കാര്യമാണ്. ഈശോയുടെ പിന്നാലെ പുറപ്പെടുന്ന നമുക്കും അതുതന്നെയാണ്. നമ്മൾ പരാജയപ്പെടുകയില്ല. കടൽ തീരത്തേക്ക് അവർ അണഞ്ഞപ്പോൾ അവിടെ തീ കൂട്ടിയിരിക്കുന്നതും അവിടെ അപ്പം ചുട്ടുവെച്ചിരിക്കുന്നതും മീൻ വറുത്തു വെച്ചിരിക്കുന്നതൊക്കെ അവർ കണ്ടു. അവർക്ക് വേണ്ടി അത് ചെയ്ത കർത്താവാണെന്ന് നമുക്കറിയാം. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, മാഞ്ഞു പോകാത്ത സ്നേഹം, കുറവുകൾ വരാത്ത സ്നേഹം. അതാണ് ഈ സ്നേഹം ഓർത്ത് നമുക്ക് നന്ദി പറയാം തമ്പുരാന്. കൃതജ്ഞത അർപ്പിക്കാം നമുക്ക് അവിടത്തേക്ക്. ഈ സ്നേഹം, ഈ സന്തോഷം, ഈ സുവിശേഷം നൽകുന്ന ആനന്ദം, കർത്താവിൻ്റെ ഉയർപ്പ് നൽകുന്ന ആനന്ദം ലോകം മുഴുവൻ അറിയിക്കുവാൻ കൂടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ഗാനം കൂടി ആലപിച്ച് ഈ ദൈവസ്നേഹത്തെ നമുക്ക് ഓർക്കാം. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. മനുഷ്യനു വേണ്ടി ക്രൂശിന്റെ മാറിൽ പാപിയെ പോലെ പിടഞ്ഞവനെ, ദൈവ സ്വഭാവം സ്നേഹമാണെന്ന് ലോകസമക്ഷം തെളിയിച്ചു നീ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈശോ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ഈശോയുടെ സ്നേഹം നമുക്ക് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കാം, ഏറ്റുപറയാൻ ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടിക്കൊണ്ട് നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, നിന്ദനമേറ്റതും നഗ്നനായി തീർന്നതും ഞാൻ പാപബന്ധം വെടിയ, ദ്രോഹം പൊറുത്തതും കേണു പ്രാർത്ഥിച്ചതും ഞാൻ അനുതാപിയായി തീരാ. എനിക്കായി എൻ്റെ ദൈവം ഏകജാതനെ നൽകി, എനിക്കായി എൻ്റെ ഈശോ പരിഹാര ബലിയായി. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സ്നേഹത്തിൽ ആയിരുന്നു നമ്മുടെ ഈ നിമിഷങ്ങളെല്ലാം. കരങ്ങൾ കൂപ്പി നമുക്ക് അവിടുത്തെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും പറയാം, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. അധരങ്ങളിലുള്ള പ്രാർത്ഥന, ഹൃദയത്തിലുള്ള പ്രാർത്ഥന, ഹൃദയത്തിലുള്ള ആരാധന, അതാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത്.
നമ്മുടെ ഹൃദയത്തിന് നാഥനായി കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ കർത്താവിന് സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കാം. ഈ വലിയ ആഴ്ചയിലെ ഈ ആദ്യ ദിവസം യോശാന ഞായർ, ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ ഓർത്ത ഈ ദിവസം നന്ദി പറയാം കർത്താവിന്. ഈ സ്നേഹാനുഭവം ഈ ദിവസങ്ങളെല്ലാം നീണ്ടു നിൽക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ അനുഗ്രഹത്തിനായി ശിരസ്സ് നമിച്ച് അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടുകയും അവിടുത്തെ ആശ്വാസം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ, രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ, ദൈവത്തിൻ മാതാവ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ, സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും
മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.